ഇടപെടണേ നാഥ, ഇടപെടണേ. കർത്താവേ, വീണ്ടും വിരുന്നുകാര് വന്ന പിണ്ണാക്ക് പോലും ഇവിടെ ഇല്ല. അയ്യോ എന്റെ ഈശോയെ. ഓ പിന്നെ വേറെ പണിയൊന്നുമില്ല. ആരാണെന്ന് നോക്കാൻ ചെന്നാ എന്റെ ഉള്ള സമാധാനം കൂടി പോകും. ആ നേരത്തെ ഇവിടെ ഒക്കെ ഉറങ്ങുന്നാ നല്ലത്. എനിക്ക് ഇത് തന്നെയാണ് വീതി. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രയും വേഗം കേട്ടല്ലേ. എങ്ങനെയാ നന്ദി പറയുക? നന്ദി, നന്ദി. അക്കരെ അഗസ്ത്യപ്പാപ്പന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. അത് ഇബ്രാഹിമിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോ ഇറച്ചിക്കറിയും നേന്ത്രക്കൊലയുമാ. വളരെ ഉപകാരം. ഞങ്ങളുടെ നന്ദി അഗസ്ത്യപ്പാപ്പനെ അറിയിക്കുക. ശരി. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ കൂടെ ഇറങ്ങടാ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുവാന്നേ. വാ പോവാ. മോളെ, കുറച്ചുകൂടി വെക്കട്ടെ? മതിയമ്മായി. നല്ല പോട്ടിറച്ചിയാ. ഇത്രയും നല്ല ഇറച്ചി നമ്മുടെ നാട്ടിൽ കിട്ടിയാല. നിങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടാൽ നാട്ടിൽ എപ്പോൾ എത്തും? സമയം 2 മണി കഴിഞ്ഞു കാണും. കാളവണ്ടി കിട്ടിയ വെളുപ്പിന് 3 മണി. പിന്നെ കടുത്ത് കടവിൽ നിന്ന് ഇറക്കുക. നാളെ രാവിലെ 8 മണി. ഏതായാലും പെങ്ങള് കുറച്ച് ചൂട്ടുകെട്ട് തയ്യാറാക്കി വെക്ക്. കറുത്ത വാവ കൂട്ടി ഇടിച്ച കാണില്ല. നിങ്ങൾ കഴിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പോഴാണ് ജീവൻ വീണത്. ഈ കറമ്പി റോസ പ്രാർത്ഥിച്ചാലും എന്റെ ഈശോ കേൾക്കും. സ്നേഹമുള്ളവനാ. ആ ഇത്ര അടുത്തിരിക്കുക. ആ പഴുപ്പായിട്ടില്ല. ആ നാളെക്കാവും. റോസെടുത്തി, ആ റോസെടുത്തി, കുറച്ച് ചൂട്ടുകറ്റ വേഗം ശരിയാക്ക്. കാക്കുവിന് കൊടുത്തു വിടാനാ. അതെല്ലാം ഞാൻ ശരിയാക്കി കൊടുത്തോളാം. എല്ലാരും ഒക്കെ ആഹാരം വയറ് നിറച്ച് കഴിച്ച് നല്ല ഫസ്റ്റ് അപ്പം ഇറച്ചിക്കറി. അമ്മ
ഇന്നലെ ഉപവാസം, ഇന്ന് പട്ടിണി. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഏ അമ്മക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇറച്ചിക്കറി. ഏപ്രാസ്യം ഇത് കഴിച്ചിട്ട് ആങ്ങളെയും മകളെയും പറഞ്ഞു വിട്ടാ മതി. അത് സാരമില്ല റോസേടത്തി. പെട്ടെന്നൊരു കാര്യം ചെയ്യ്. ഈ അപ്പവും കറിയും ഒരു വാഴയില വെട്ടി വാട്ടി പൊതിഞ്ഞെടുത്തേക്ക്. വിരുന്നുകാര് വീണ്ടും വന്നാ പറയുന്ന പോലെ വേഗം ചെയ്യ്. പകുതിയെങ്കിലും അമ്മ കഴിക്കേ. പറയുന്ന പോലെ ചെയ്യ് റോസേടത്തി. ഇതിനൊന്നും തിന്നണോന്നുമില്ല, കുടിക്കണോന്നുമില്ല. ഇതെന്ത് ജീവിതമാ, കഷ്ടം. ആ പൊതിഞ്ഞു കേട്ട ആങ്ങളെയും മകളും മാത്രം കഴിച്ചാ മതിയല്ലോ. എന്നാ പോയി വരാം പെങ്ങളെ. പോകല്ലേ 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 പോകല്ലേ. ചൂട്ട് കച്ചൊക്കെ ശരിയായി. വലിയ ഉപകാരം. ഓളിത് പിടിച്ചോ, അപ്പനെ കൊണ്ട് പിടിപ്പിക്കണ്ട. എന്റെ കഥ കേട്ടിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ഞാനെന്തു പറയാനാ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോള് സുന്ദരിയാ. റോസേടത്തി അടുക്കളയിലോട്ട് ചെല്ല്. പോട്ടെ മോളെ. കാക്കു ആങ്ങളെ പോട്ടെ ആങ്ങളെ. അയ്യോ, അതിന് എന്റെ കയ്യിൽ തരാനിപ്പോ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. അതൊന്നും വേണ്ട. അല്ല ചേലായി. പിന്നെ വരുമ്പോ തന്നാ മതി. ഈ മ്യാരിമോക്കടെ കല്യാണത്തിനേ ഈ റോസാപ്പൂരം വിളിക്കണം കേട്ടാ. ഓ ആയിക്കോട്ടെ. വരട്ടെ ആങ്ങളെ. ശരി. ആളൊരു പാവമാ. ഭർത്താവ് മരിച്ചുപോയി. ഇവിടം കൊണ്ടാ കഴിയുന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പെങ്ങളെ. അമ്മായി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു മാസത്തിനുള്ളിൽ ആർഭാട പുരസരം നിന്റെ കല്യാണം നടക്കും. ഈ എഴുത്ത് ഇടയ്ക്കിടയ്ക്ക് നീ വായിക്കണം. കല്യാണം കഴിഞ്ഞു. ശരി അമ്മായി. അമ്മായിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തരാൻ. കുറച്ച് ഭക്ഷണമാ. നേരം വിളിക്കണ്ടേ വീട്ടിലെത്താൻ. ഇത് കയ്യിലിരിക്കട്ടെ. കാക്കു, ധൈര്യമായിരിക്കെ. പെങ്ങളെങ്കിലും ഇവിടെ സുഭിക്ഷമായി കഴിയുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോ ഒരു സന്തോഷം. വരട്ടെ.